എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൽ കൂടി ഈ പുഴയും കടന്നെന്ന സീരിയലിലെ അരവിന്ദൻ്റെയും മക്കളുടെയും വിശേഷവും കൂടി പറയുന്നുണ്ട്. കഥ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നാളത്തെ ഈ പുഴയും കടന്നെന്ന സീരിയലിലെ റിവ്യൂ വിശേഷമാണ് പറയുന്നത്. അങ്ങനെ ഗംഗയെ വിനീത് താലി ചാർത്തുകയാണ്. ആരും അറിയാതെ നിവീനും കാവേരിയും ചേർന്നാണ് വിനീതിനെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുന്നത്. ആ സമയത്ത് നിവിൻ വിനീതിൻ്റെ വേഷം ഇട്ട് വീട്ടിലിരിക്കണമെന്നുള്ള ബുദ്ധി പറഞ്ഞു കൊടുത്തത് കാവേരിയാണ്. അങ്ങനെ അമ്പലത്തിലോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന വഴിക്കാണ് നമ്മുടെ ഗംഗ മരിക്കാനായിട്ട് മലമുകളിൽ നിൽക്കുന്ന കാണുന്നത്. അങ്ങനെ വിനീതും കാവേരിയും ഓടിച്ചെന്ന് ഗംഗയെ രക്ഷപ്പെടുത്തി കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ നിള പറയുന്നു, അമ്മേ ഇതാ ചേച്ചിയും കൂട്ടിക്കൊണ്ട് കാവേരി ചേച്ചിയും വിനീതേട്ടനും വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ശാരദയ്ക്ക് സന്തോഷമാവുന്നു. അങ്ങനെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വിനീത് ഗംഗയെ താലി ചാർത്തുകയാണ്. വിനീതിൻ്റെ ഒത്തിരി നാളത്തെ ഒരു സ്വപ്ന സാഫല്യമായിരുന്നു ഗംഗയായിട്ടുള്ള വിവാഹം. പല കാരണങ്ങൾ കൊണ്ടും അത് മുടങ്ങിപ്പോയി. അങ്ങനെ അവർ അവിടെ വെച്ച് വിവാഹിതരാവുകയാണ്. ഈ സമയം നമ്മുടെ സുഭദ്ര അറിയുന്നുണ്ട് വീട്ടിൽ ഇരിക്കുന്നത് വിനീതല്ല നിവിനാണെന്ന് മനസ്സിലാക്കുന്ന സുഭദ്രയും മോളും കൂടി നേരെ ക്ഷേത്രത്തിലോട്ട് വരികയാണ്. ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് തന്നെ അവിടെ വിവാഹമെല്ലാം കഴിഞ്ഞ് വിനീത് ഗംഗയുടെ കൈയും പിടിച്ച് ക്ഷേത്രത്തിന് വലം വെക്കുന്നതാണ് കാണുന്നത്. ഇത് കാണുന്ന സുഭദ്രയ്ക്ക് നല്ല ദേഷ്യമാവുകയായിരുന്നുണ്ട്. സുഭദ്രയെ കാണുന്ന ഗംഗ ശരിക്കൊന്ന് പേടിക്കുന്നുണ്ട്. ഗംഗ പതുക്കെ വിനീതിൻ്റെ പിറകിൽ ഒളിക്കുകയാണ്. ആ സമയത്ത് ഗംഗയുടെ കൈ കൂട്ടിപ്പിടിച്ച് വിനീത് മുമ്പോട്ട് തന്നെ നടക്കുകയാണ്. സുഭദ്ര ദേഷിച്ച് വന്ന് എല്ലാവരും നോക്കുകയാണ്. എല്ലാവരും കൊള്ളാം, എല്ലാവരും ചേർന്ന് ഇവിടെ എൻ്റെ മകൻ്റെ തലയിൽ കെട്ടിവെച്ചില്ലേ എന്ന് പറഞ്ഞ് ശക്തമായിട്ട് തന്നെ അവർ രോഷാകുലരാവുകയാണ്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, സുഭദ്ര നീ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? നമ്മൾ പണ്ടേ തീരുമാനിച്ച് വെച്ചതല്ലേ, പണ്ടേ തീരുമാനിച്ച് വെച്ച വിവാഹമായിരുന്നെങ്കിൽ അന്നേ നടക്കണമായിരുന്നു. ഇത് ആർക്കും വേണ്ടാതായപ്പോൾ ഒടുവിൽ എൻ്റെ മകൻ്റെ തലയിൽ തന്നെ ഇവളെ കെട്ടിവെച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും അങ്ങ് ആക്ഷേപിക്കുകയാണ്. ആ സമയത്ത് പെങ്ങളും ഒട്ടും മോശമല്ല, പെങ്ങളും പരമാവധി കുറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെ ഗംഗയും വീട്ടുകാരെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് ശാരദ പറയുന്നത്, എന്തിനാ സുഭദ്ര നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവർ തമ്മിലുള്ള വിവാഹം നടക്കണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, ആഗ്രഹിച്ച സമയത്ത് അവൾക്ക് എൻ്റെ മോനെ വേണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ആർക്കും വേണ്ടാതായ സമയത്ത് എൻ്റെ മോനെ എല്ലാവർക്കും വേണമില്ലേ? എങ്കിലും വിനീതേ, എടാ നിന്നിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അച്ഛൻ മരിച്ചുപോയ നിങ്ങളെ രണ്ടുപേരും എന്ത് കഷ്ടപ്പെട്ടെന്നറിയോ നിങ്ങളെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നത്. എൻ്റെ വാക്കിന് അല്പമെങ്കിലും വിലതി തന്നിരുന്നെങ്കിൽ നീ ഇവിടെ താലി ചാർത്തത്തില്ലായിരുന്നു പറയും. അമ്മയ്ക്ക് അറിയാമായിരുന്നല്ലേ എനിക്ക് ഗംഗയെ എത്രത്തോളം ഇഷ്ടമായിരുന്നുള്ള കാര്യം. ഞാൻ അമ്മയോട് പറഞ്ഞതില്ലേ എനിക്ക് ഗംഗയെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്നുള്ളത്. അമ്മായിയും പറഞ്ഞു ഞങ്ങൾ തമ്മിൽ വിവാഹം നടക്കണം. അപ്പോൾ അമ്മയല്ലേ ശക്തമായിട്ട് എതിർത്തത്. എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ഗംഗയെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അമ്മ എതിർത്തായാലും ഗംഗയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചെന്ന് പറയും. ആയിക്കോട്ടെ, നിൻ്റെ സ്വന്തം ഇഷ്ടമല്ലേ നീ നടപ്പിലാക്കിയത്, എങ്കിൽ ഇനി അങ്ങനെ തന്നെ നീ ജീവിച്ചാൽ മതി. എനിക്കിങ്ങനെ ഒരു മോൻ ഇനി ഇല്ല എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുക. എൻ്റെ മകൻ മരിച്ചു, ഇന്ന് ഈ നിമിഷം മരിച്ചു എന്ന് പറഞ്ഞ് അവർ ശക്തമായിട്ട് പറയുകയാണ്. ഈ കൂടി നിൽക്കുന്ന എല്ലാവരും ചേർന്ന് പറയുകയാണ്, ഇത് കഴിഞ്ഞ് ഇന്ന് തൊട്ട് 16ാമത്തെ ദിവസം എൻ്റെ മോൻ്റെ മരണാനന്തര കർമ്മങ്ങൾ എൻ്റെ വീട്ടിൽ നടക്കും. കല്യാണത്തിന് പങ്കെടുത്തവരെല്ലാവരും മരണത്തിൻ്റെ കർമ്മങ്ങൾക്ക് പങ്കെടുക്കാനും 16-ാം തീയതി വീട്ടിലോട്ട് വരാൻ പറയും. ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയും, നീ എന്തൊക്കെയാണ് സുഭദ്ര ഈ പറയുന്നത്? സ്വന്തം മകനെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ഇല്ല, ഇവൻ എൻ്റെ മോനല്ല, ഇവൻ എൻ്റെ മോനായിരുന്നു, എൻ്റെ വയറ്റിൽ പിറന്ന മകനായിരുന്നുണ്ടെങ്കിൽ ഇവൻ ഇങ്ങനൊരു അഹങ്കാരം കാണിക്കത്തില്ലായിരുന്നു. ഞാൻ ശക്തമായിട്ട് എതിർത്ത വിവാഹത്തിന് ഇവൻ എനിക്ക് എൻ്റെ വാക്കിന് എന്ത് വില കൽപ്പിച്ചിട്ട് ഇവൻ ഇവളെ വിവാഹം കഴിച്ചതെന്ന് ചോദിക്കും. എനിക്ക് ഇങ്ങനൊരു മോനുമില്ല, ഞാനെന്നൊരു അമ്മയുണ്ടെന്നുള്ള പ്രതീക്ഷ നീ ഒരിക്കലും വീട്ടിലോട്ട് വരണ്ട, ഇവളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരാമെന്ന് നീ ഒരിക്കലും മോഹിക്കേണ്ടെന്ന് പറയും. അങ്ങനെ ശപിച്ചുകൊണ്ട് സുഭദ്ര അങ്ങ് പോവുകയാണ്. ആ സമയത്ത് വിനീതിന് നല്ല സങ്കടവും വിഷമവും ഒക്കെ വരുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി പറയും, മോനെ നീ അവൾ പറയുന്നതൊന്നും കാര്യമാക്കണ്ട, അപ്പോഴത്തെ ദേഷ്യത്തിന് അവൾ അങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ളതെന്ന് പറയും. നിന്നെ വെറുക്കാൻ ഒരിക്കലും അവൾക്ക് ആവത്തില്ലെന്ന് പറയും. ശാരദയും പറയും, ശരിയാ മോനെ, അപ്പോഴത്തെ ദേഷ്യത്തിന് സുഭദ്ര പറഞ്ഞതായിരിക്കും, നീ ഒരു വിഷമിക്കേണ്ട, വാ നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ശാരദ എല്ലാവരും കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വരുന്ന ആ സമയത്ത് വിളക്ക് കൊടുത്ത് ശാരദയാണ് നമ്മുടെ ഗംഗയെ വീട്ടിലോട്ട് സ്വീകരിക്കുന്നത്. ആ സമയത്ത് മുത്തശ്ശി നോക്കുന്നത് നിവിനെയാണ്. നിവിൻ്റെ അടുത്ത് പറയും, മോനെ നിവിനെ, നീ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ വിനീത് മോനെ കൊണ്ട് ഗംഗയെ വിവാഹം കഴിപ്പിക്കാൻ പറ്റിയത്. നീ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് വിനീതിനെ ഇവിടെ കൊണ്ടുവന്നുള്ള കാര്യം മുത്തശ്ശിക്ക് അറിയാം. നിനക്ക് ഇതിന് നീ എന്ത് പകരം ചോദിച്ചാലും ഞങ്ങൾ നിനക്ക് തരും. പറ മോനെ, ഞങ്ങൾ നിനക്ക് ഇതിന് പകരം എന്താ ചെയ്തു തരേണ്ടതെന്ന് മുത്തശ്ശി വിനീതിനോട് ചോദിക്കുകയാണ്. ആ സമയത്ത് വിനീത് നോക്കുന്നത് നമ്മുടെ കാവേരിയാണ്. കാവേരിയാണ് നിവിൻ നോക്കുന്നത്. നിവിന് കാവേരിയെ വലിയ ഇഷ്ടമാണ്. ആ സമയത്ത് നിവിൻ ആഗ്രഹിക്കുന്നത് കാവേരിയെ തനിക്ക് വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുമെന്നൊരു ടെൻഷനും നിവിനുണ്ട്. അങ്ങനെ കാവേരിയെ നോക്കിക്കൊണ്ട് നിവിൻ നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥ നാളെ പറയാം. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.